ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും എറണാകുളം വരെ പോവുകയാണ്. ഇൻ്റർവ്യൂ പർപ്പസ് തന്നെയാണ്. കൂടെ ഉള്ളത് എൻ്റെ കസിനാണ്. പുള്ളിക്ക് ആലുവ വരെ പോകേണ്ട ആവശ്യമുണ്ട്. ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള പുള്ളിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഞങ്ങളൊരു 9 മണിയായപ്പോൾ സൗത്ത് സ്റ്റേഷനിലെത്തി എറണാകുളം. എന്നിട്ട് അവിടെ നിന്ന് മെട്രോ കയറി ഇനി ഇവിടെ നിന്ന് നേരെ പാലാരിവട്ടത്തേക്ക്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവൻ ബൈക്കും കൊണ്ട് വരാമെന്നാണ് പറഞ്ഞത്. അവൻ്റെ ബൈക്ക് വെച്ചിട്ട് വേണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അറിയാമല്ലോ, എറണാകുളമാണ്, ബ്ലോക്ക് പരിപാടിയൊക്കെ ഉള്ളതാണ്. സോ ആ ബ്ലോക്കിൽ നിന്ന് വെട്ടിക്കാനാണ് അവൻ ബൈക്കുമായിട്ട് വരുന്നത്. കറക്റ്റ് ടൈമായപ്പോൾ അവൻ ബൈക്കുമായിട്ട് വന്നു. ഇവിടുന്ന് നേരെ ബൈക്ക് എടുത്ത് കടവന്ത്ര വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവനാണ് പ്രവീൺ, എൻ്റെ മച്ചാനാണ്, എൻ്റെ കസിനും കൂടെയാണ് അവൻ. ഇവനാണ് നേരത്തെ ബൈക്കോട്ട് വന്നത്. മച്ചാൻ നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറച്ച് നേരം ഞാൻ അവനോടൊപ്പം ആയിരുന്നു അവൻ്റെ ഹോട്ടൽ. അവൻ ആ ഹോട്ടലൊക്കെ എനിക്ക് നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവൻ അവിടെ HR ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ കസിന് നേരെ ആലുവയിലേക്കും പോയി. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ പ്രവീണിനോടൊപ്പം ഇവിടെ ഈ ഹോട്ടലിലായിരുന്നു സ്പെൻഡ് ചെയ്തത്. ഈവനിങ് 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ചേട്ടനും അവിടെ വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കറക്റ്റ് ടൈം ആകുമ്പോൾ മെട്രോയും വന്നു. മെട്രോയിൽ കയറി നേരെ സൗത്ത് സ്റ്റേഷനിലോട്ട് പോയി. അവിടെ പോയി പുള്ളിയും വന്നു. 4:45 ട്രെയിൻ കിട്ടി. നേരെ ഇനി ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. ട്രെയിന് നല്ല തിരക്കായിരുന്നു. ആദ്യം സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. ആലപ്പുഴ കഴിഞ്ഞതിന് ശേഷമാണ് സീറ്റൊക്കെ കിട്ടിയത്. പോയ വരെയൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു. അവരും സാറ്റിസ്ഫൈഡ് ആണ്. ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ചേട്ടൻ്റെ മീറ്റിംഗ് നല്ല രീതിയിലാണ് അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞത്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ അതിൻ്റെ പുറകെ ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ്. എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇപ്പോഴും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.